ഹായ് ഓൾ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഒന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്, എല്ലായിടത്തും നല്ല മഴയാണെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കുക, ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് പറയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നല്ല നല്ല കമൻസ് ഒക്കെ ഇടുക കേട്ടോ. അപ്പോൾ രാവിലെ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. പുട്ടുകുറ്റി കഴുകി വെക്കട്ടെ ഞാൻ. ഇപ്പോൾ രാവിലെ പുട്ടാട്ട് ഉണ്ടാക്കുന്നത്, കറി പിന്നെ ഇന്നലത്തെ കടലക്കറി ഉണ്ടായിരുന്നു, അത് ഇക്കാക്ക് ഞാൻ കൊടുത്തു കേട്ടോ. അങ്ങനെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോറ് വെച്ചിട്ടുണ്ട്. ഇക്കാക്ക് മാത്രമുള്ള ചോറാട്ടോ ഞാൻ വെച്ചത് ആദ്യം രാവിലെ നെയ്ച്ചപ്പോൾ. പിന്നെ അരി ഉണ്ടായിരുന്നില്ല, പിന്നെ കുറച്ച് അരി ഉണ്ടായിരുന്നു, ഫിത്ർ സക്കാത്തിൻ്റെ അരി കിട്ടി. അപ്പോൾ അത് വെച്ച് പിന്നെ ഈ കുക്കറിന് കെട്ടി കൊടുക്കണം കേട്ടോ, എന്നാലും ഉള്ളത് വിസിൽ വരുള്ളൂ. അപ്പം അങ്ങനെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മഴ കേട്ടോ, ഈ സമയത്തൊക്കെ നല്ല മഴയാണ്. പിന്നെ ഞാൻ വെണ്ടക്ക ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു, വെണ്ടക്ക മെഴുക്ക് പുരട്ടി, അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിരുന്നു കേട്ടോ. അപ്പം ഞാൻ തോരൻ വെച്ചതൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. എന്നാൽ ആ പാത്രം എനിക്ക് കഴുകി വെക്കാമല്ലോ വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ പരത്തി കിടക്കണ എനിക്ക് വലിയ ഇഷ്ടമല്ല, അപ്പം അതാണ് കേട്ടോ. പിന്നെ ഇക്കയും കുട്ടികളെല്ലാവരും ചായയുടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ചായ കുടിക്കാൻ. അപ്പോൾ ഞാനിനി ചായ കുടിക്കട്ടെ, വിശക്കുന്നുണ്ട്. ആ എത്തിപ്പാളിയൊക്കെ ആളെ പേരാണ് മുഹമ്മദ് റയ്യാൻ കേട്ടോ. അങ്ങനെ ഞാൻ പുട്ടിന് കറിയൊന്നും അങ്ങനെ കൂട്ടില്ല. എനിക്ക് പുട്ടിന് പഴമൊക്കെ ഉണ്ടെങ്കിലുള്ളൂ കഴിക്കാൻ ഇഷ്ടം കേട്ടോ. പിന്നെ പഴം കിട്ടിയില്ല, കടയിൽ പോയപ്പോൾ പഴം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പുട്ടും പഞ്ചസാര ഇട്ടിട്ടില്ല, പുട്ടും ചായയും അത് രണ്ടും ഒഴിച്ചിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ. അങ്ങനെ കഴിക്കണത് എനിക്കിഷ്ടമാണ്. പിന്നെ അങ്ങനെ ഇക്ക ജോലിക്ക് പോയിട്ടോ. അപ്പോൾ കുത്തുപണികളെ ഇക്ക പോയിട്ടോ. ഇക്ക ജോലിക്ക് പോയി. എൻ്റെ പണികൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം എന്ന് പറഞ്ഞാൽ മഴ ആയതുകൊണ്ട് അലക്കാൻ പറ്റിയിട്ടില്ല. ഇക്കാൻ്റെ ഡ്രസ്സും പിന്നെ ഇയമ്മയുടെ ഡ്രസ്സും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ ഇന്നലെ അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ചെറുതായിട്ടൊരു വെയിൽ കാണുകയാണെങ്കിൽ ഇക്കാൻ്റെ അലക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇക്കാക്ക് നാളെ പണിക്ക് പോകുമ്പോഴാണുള്ള ഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഒരു ഡേ ഇൻ മൈ ലൈഫല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ മാക്സിമം എല്ലാതും ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ. ഞാൻ ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ, രാവിലെ തന്നെ കഴിഞ്ഞു. അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു, ഏതായാലും മഴയും ഇതൊക്കെ അല്ലേ, അപ്പോൾ ഒരു മഴ ഉള്ള സമയത്ത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തതാട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിതാ കിച്ചണൊക്കെ ഫുള്ള് വൃത്തിയാക്കിട്ടോ. കിച്ചണൊക്കെ ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട്. കുക്കറിൽ ചോറാട്ടോ. ചോറിപ്പോൾ ഞാൻ വെച്ചാണ്. ഇക്കാക്ക് ഞാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. അരി കഴിഞ്ഞു കൊണു. ഇത് ഫിത്ർ സക്കാത്തിൻ്റെ കിട്ടിയ അരി കഴിഞ്ഞു, കുറച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ കിട്ടിയ കേട്ടോ. അപ്പോൾ അരി ഇൻഷാ അല്ലാ ഇനി റേഷൻ വീട്ടിൽ അടുത്ത മാസം ആവണം അരി കിട്ടാൻ. എന്താ വിശേഷം? നിങ്ങളിവിടെയൊക്കെ എങ്ങനെയുണ്ട്? മഴ നല്ല മഴയാണ് കേട്ടോ ഇവിടെയൊക്കെ. ഇവിടെ അടുക്കള ഭാഗത്ത് ഞാൻ കാണിച്ചു കേട്ടോ, അടുക്കള ഭാഗത്തെ കോണം കാണിച്ചു തിരുമ്പിയിട്ട്. എന്നോട് ഒരുപാട് പേര് ലൈവിൽ ചോദിക്കുന്നുണ്ട് എന്താണ് അടുക്കളയിൽ അയലിട്ടിക്കണത്. കാരണം മഴ സമയം ആകുമ്പോൾ നമുക്ക് ഫുൾ അയൽ വേണം. എന്താ വെച്ചാൽ പുറത്ത് തോരയിടാൻ പറ്റൂല. പുറത്ത് മഴ ആയതുകൊണ്ട് തോരയിടാൻ പറ്റണില്ല. അതുകൊണ്ട് കേട്ടോ ഉള്ളിലിട്ടിക്കണത്, അയൽ കെട്ടിക്കണത്. അപ്പോൾ ഒന്ന് വെള്ളം വാർന്നതിന് ശേഷം ഇവിടെ ഉള്ളിൽ കൊടുന്നിട്ട് ആറിടലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, അടുത്ത ടാർപ്പായൊക്കെ കാണിച്ചു തരാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ മുകളിലൊക്കെ കുറ്റിട്ട് കൊടുക്കും, അപ്പോൾ അതിൽ മുകളിൽ കുറ്റിട്ട് കിടക്കുക. അപ്പോൾ കണ്ടോ ഈ സീറ്റ് ഇങ്ങനെ തൂങ്ങിങ്ങോണ്ടാണ്. ഞാനിത് ശരിയാക്കല എന്നെ പണി. കണ്ടോ ആകെ വെള്ളം. ഈ മഴ പെയ്താൽ ഇതാണ് ബുദ്ധിമുട്ട് മക്കളേ. ഇനിയിപ്പോൾ ഞാൻ അലക്കൂട്ടോ. ഇതന്നെ ഉള്ള അലക്കാൻ. ഇക്കാൻ്റെ ഡ്രസ്സും പിസമ്മയുടെ ഡ്രസ്സും ഇന്നലെ എൻ്റെ ഡ്രസ്സൊക്കെ തിരുമ്പിട്ടാണ്. വേറെ 6 സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അവിടെ പുറത്ത് തന്നെ ഇട്ടത്. പക്ഷെ അങ്ങോട്ടേക്ക് പിന്നെ നനയൂല കേട്ടോ.
ഇവിടെ കയറത്തൊക്കെ തുണികളാണ് കണ്ടോ, ഒക്കെ തുണികളാണ്. ഇനിയിപ്പോൾ ഇത് ശരിയാക്കണം. ഇത് ശരിയാക്കട്ടെ കേട്ടോ. ഈ സീറ്റ് അപ്പുറത്തേക്ക് ഇങ്ങോട്ട് വലിച്ച് കെട്ടാനും പറ്റില്ല. എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അപ്പുറത്ത് കോട്ടേഴ്സാണ്. ഇവരൊക്കെ അങ്ങനെ ആറിട്ടിക്കാണ്. അപ്പുറത്ത് ഞാൻ കോട്ടേഴ്സ് കാണിച്ചു തരാം. ഉണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് വലിച്ച് കെട്ടാൻ പറ്റൂല ഷീറ്റ്. ഇതിങ്ങനെ ശരിയാക്കണം ഇനിയിപ്പോൾ. ഉണ്ടോ, ഇതാണ് അവസ്ഥ മക്കളെ. ഇടാനുള്ള ഇങ്ങനെ ശരിയാക്കി മതിയാവും മനുഷ്യന്. പിന്നെ കണ്ടോ, വെള്ളമാണ് മക്കളെ. കണ്ടോ, ഒക്കെ വെള്ളമാണ്. ഇവിടെയൊക്കെ കാടും തിന്നും. ഇവിടെ കണ്ടോ പൗക്കിയാണ് പോകും. ജസിതാത്ത ഞങ്ങൾ കാണേണ്ടത് ജസിതാത്ത മോളതാണ്. ജസിതാത്തിട്ട് മുകളിലാട്ടോ താമസം. ഇപ്പോൾ ജസിതാത്ത അവിടെ എല്ലാം പറഞ്ഞില്ല, കാല് ഇതായിട്ട് വീട്ടിലാണ്. ഇവിടെ വലിയൊരു മടായിട്ട് ഉണർത്താത്ത സീറ്റ് കൊടുന്ന് വെച്ചാട്ടോ. അതാണ്ടോ ഉമ്മരെ നോക്കി നിങ്ങൾ. അടിച്ചൊരിട്ടൊന്നും ഒരു കാര്യമില്ല, ആകെ വെള്ളമാണ്. അടിച്ചൊരിയാൽ പോവില്ല, വേസ്റ്റ് പോവില്ല. പിന്നെ ഇവിടെയൊക്കെ പൊന്തയാണ്. ഒരു ഇരുണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, നല്ല മഴക്കാറുണ്ട്. ഉണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മഴ പെയ്താലുള്ള അവസ്ഥയാണ് മക്കളെ. ഇതുണ്ടോ സീറ്റ്. ഈ സീറ്റ് ഇപ്പോൾ ഇവിടേക്കൊക്കെ ഞാൻ പിടിച്ച് വലിച്ച് കെട്ടിയത് കേട്ടോ. അതുകൊണ്ടോ അങ്ങനെ ഇപ്പോൾ സീറ്റ് വെക്കുന്നത്. മഴ പെയ്താലുള്ള അവസ്ഥയാണ് ഞങ്ങളോട് പറയണേ. ഇതേപോലെ അലക്കിയിട്ടാൽ തോരയിടാനുള്ള ബുദ്ധിമുട്ട് ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തോ. ഇതിങ്ങനെ ശരിയാക്കി മനുഷ്യൻ ഇടങ്ങാറാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോണു കേട്ടോ. റീസമോൾ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇനിയിപ്പോൾ വെയിലൊന്നും കാണുന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ, ഏതായാലും ഇക്കാൻ്റെ ഡ്രസ്സ് തന്നെ ഉള്ളവരെ അലക്കാൻ. ഇക്കാൻ്റെ റീസൻ്റെതും അത് ഞാൻ വേഗം അലക്കിയിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് ഈ ഇറയത്ത് ആറിയിടും. ഇപ്പോൾ ഇറയത്ത് ഇട്ട തുണികളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടിടും. അപ്പോൾ അത് ഞാൻ വേഗം പോയിട്ട് അലക്കട്ടെ. അലക്കണമെന്ന് ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. ഓക്കെ, ഫോൺ അവിടെ വെക്കാനൊന്നും സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ. പിന്നെ അതുമല്ല അവിടെ ഭയങ്കര ഇരുട്ടുമാണ്. അതുകൊണ്ടാട്ടോ അവിടെ കാണിക്കാത്തത്. കണ്ടോ, അവിടെ വെക്കാനൊന്നും സൗകര്യമില്ല. അപ്പോൾ ഇവിടെ വൃത്തിയാക്കലൊക്കെ കഴിയും കേട്ടോ. റൂം ഇവിടെ കണ്ടോ ഇരുട്ടാ. ലൈറ്റ് ഇടേണ്ട അവസ്ഥ ഉണ്ടോ. പുറത്ത് ഒക്കെ തുണികളാണ്, ആകെ തുണികളാണ്. ഇതാ ഇവിടെയും തുണികളാണ്, ഒക്കെ തുണികളാണ് കേട്ടോ. അപ്പോൾ റൂമിൽ ശരിക്കും ഒന്ന് രാവിലെ തന്നെ എണീറ്റപ്പോൾ തന്നെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കിടക്കണ ബെഡ് കേട്ടോ, മറ്റേ ആ കാപ്പിക്കുള്ളത് കാണുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് വേറെ ഇപ്പം എന്താ പണി നോക്കട്ടെ. പറ്റണമെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സുകൾ തന്നെ കേട്ടോ. അതൊക്കെ ഒന്ന് മടക്കി ലെവലാക്കി വെക്കണം എന്നൊക്കെ ഉണ്ട്. നോക്കട്ടെ, ചിലപ്പോൾ മടി പിടിക്കും. അത് മോളെ ഹെയർ ബാൻഡ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിനി ഇക്കാൻ്റെ ഡ്രസ്സ് അലക്കിയിട്ട് വരാം. എന്നിട്ട് പിന്നെ എനിക്ക് കുളിച്ചിട്ട് ലൈവ് എടുക്കണം. എനിക്ക് കുളിക്കണം, ഇയമോക്കും കുളിക്കണം. എന്നിട്ട് ഉച്ചക്ക് ലൈവ് എടുക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ്ടോ നമ്മളെ ഉള്ളത്തെ അവിടെയൊക്കെ ഈ അയലുമ്പോൾ മൊത്തം തുണികൾ വരും കേസിന്. അവിടെയൊക്കെ തുണികൾ തോരയിടും. ഡ്രസ്സ് താക്കുക. അവിടെയൊക്കെ തുണികൾ വരും. അപ്പോൾ കണ്ടോ മുന്നിൽ കണ്ടോ ഫുള്ള് വെള്ളം കൈസ്. ഉമ്മരത്ത് കാണിച്ചാൽ ഉമ്മര വരെ വെള്ളം നിൽക്കും. അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര വട്ടം കൈ തിണ്ടുമെന്ന് നിലത്ത് വീണറിയോ. നമ്മളെത്ര സൂക്ഷിച്ച് നടന്നാലും മഴക്കാലം ആകുമ്പോൾ വീകേണ്ടത് വീകും. അപ്പം അതാണ്. അപ്പോൾ ഇനി അലക്കാൻ പോട്ടെ. ഉണ്ടോ ഉമ്മരത്തൊക്കെ ഈ തിണ്ട് നമ്മളെ ഈ ഇവിടെ വരെ വെള്ളം വരും. ഉണ്ടോ ഇവിടെയൊക്കെ വെള്ളം. ഇവിടെ മാത്രം ഒരു കുഴി പോലെ ഉണ്ടോ. ഇതെത്ര അടിച്ചോരിട്ടൊന്നും ഒരു കാര്യമല്ല. അങ്ങനെ പിന്നെ വെള്ളം വന്ന് അങ്ങനെ കിടക്കും. ഇത് നമുക്ക് തന്നെ പണി, അടിച്ചോരിയ ഒഴിവാക്കുക, വെള്ളം ഒഴിവാക്കാതെ. അവിടെ കണ്ടോ. പിന്നെ ഓരവിടെ ഒന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. ഓർക്കൊക്കെ തന്നെ വെള്ളം ഒലിച്ചു പോകും. ഇവിടെ മാത്രം തങ്ങി നിൽക്കും. അതാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ നിന്നൊക്കെ ഭയങ്കര ഒരുമാതിരി ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ. മഴ പെയ്താൽ തന്നെ ഒരു പച്ച സ്മെല്ലാണ്. അപ്പോൾ ഞാൻ മാക്സിമം മഴക്കാലം ആകുമ്പോൾ വാതിൽ തുറക്കലില്ല. വാതിലങ്ങനെ പെട്ടെന്ന് അടച്ചിടലാണ്. അപ്പോൾ വാതിലൊക്കെ അടച്ചു. ഇനി ഞാൻ അലക്കാൻ പോവാണ്. ഈ മോള് ഇവിടെ മേശമെന്നൊക്കെ ഓരോന്ന് എടുത്തിട്ട് ഇവിടെ
എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിനി വേഗം അലക്കട്ടെ. അലക്കിയിട്ട് എനിക്ക് ഇത് തന്നെ ഇവിടെ ഈ വാതിലിൻ്റെ ഇവിടെ വെക്കണ തുണികളാട്ടോ. കണ്ടോ, ഇവിടെ മഴ പെയ്താലും അങ്ങനെ തന്നെ കണ്ടോ, ഈ വാതിലൊക്കെ ഉണ്ടോ നനഞ്ഞിട്ട്, നനവ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ നനവ്? ഇവിടെ ഒക്കെ വെള്ളമാണ്. അതാണ് മാക്സിമം ഞാൻ വാതിൽ തുറക്കലേ ഇല്ല, അടച്ചു വെക്കലാണ്. വാതിൽ മേലെ കണ്ടോ വെള്ളം കാണുന്നുണ്ടോ? പിന്നെ ഇവിടെ തുണി വെക്കും, ആ തുണിയാണ് ഇത് പഴയ ചുരിദാറാട്ടത്. ഇനിയിപ്പോൾ അലക്കൽ കഴിഞ്ഞിട്ട് നേരെ ഞാൻ തുടക്കും, നല്ലോണം തുടച്ചിട്ട് വൃത്തിയാക്കും. ഇപ്പോൾ മഴക്കാലമാണ് കരുതിയിട്ട് തുടക്കാതൊന്നും ഇരിക്കില്ല കേട്ടോ. കാരണം നമ്മൾ നിസ്കരിക്കണൊക്കെ സ്ഥലമല്ല, അപ്പോൾ വൃത്തിയും വെടുപ്പും വേണ്ടേ. അപ്പോൾ ഞാൻ എന്തായാലും ദിവസം തുടക്കും കേട്ടോ. ചില സമയത്ത് ഇപ്പം എനിക്ക് ശരീരം കൊണ്ട് വേദന, അങ്ങനെ ശരീരം വേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തുടക്കൂല കേട്ടോ. 2 ദിവസം കൂടുമ്പോഴൊക്കെ തുടക്കുള്ളൂ, അങ്ങനെ കാട്ടിൽ. മറ്റത് ഞാൻ ദിവസം തുടക്കും. ഇപ്പം മഴക്കാലം പ്രത്യേകിച്ച് എപ്പോഴും തുടക്കണം. കാരണം കുട്ടികൾ പുറത്ത് പോവുക, ആ ചളിക്കാലം കൊണ്ട് ഉള്ളിൽ വരിക, അപ്പോൾ നമ്മൾ എത്ര കാല് കഴുകിയാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഡെറ്റോൾ ഇട്ടിട്ടാട്ടോ തുടക്കൽ. അതൊക്കെ ഫുള്ള് അകവും അടുക്കളത്തെ തെണ്ടും എല്ലാം ഡെറ്റോൾ ഇട്ടിട്ടാണ് തുടക്കൽ. അപ്പോൾ ഇനി അലക്കിയിട്ട് അകം തുടക്കാനുണ്ട്. കിച്ചൺ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഈയമോള് ഞാനും മാത്രമേ ഇട്ട് അവിടെ അപ്പോൾ ഈയമോള് ടേബിൾ വൃത്തിയാക്കി. ഇവിടെ അടുക്കള ഭാഗമൊക്കെ ഫുള്ള് വൃത്തിയാക്കിയിട്ടോ ഞാൻ. കിച്ചണൊക്കെ ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. സിങ്കൊക്കെ കഴുകി. ഇത് കുക്കറിൽ ചോറാട്ടോ. പിന്നെ ഇത് ഇന്നലത്തെ മുരിങ്ങാക്കായും ഉണക്കച്ചെമ്മീനും ഇട്ടിട്ട് തേങ്ങ അരച്ച കറിയാണ്. പിന്നെ ഇതിന്ന് രാവിലെ വെച്ച വെണ്ടക്ക മെഴുക്ക് പുരട്ടി. പിന്നെ ഇതിപ്പോൾ രാവിലത്തെ പൊട്ട് കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇനി വൈകുന്നേരം ചിക്കൻ കറി വെക്കും കേട്ടോ. ചിക്കന് കുരുമുളകൊക്കെ ഇട്ടിട്ട് വെക്കും. ഓക്കെ, അപ്പോൾ ഞാനിനി ഞാൻ പോയിട്ട് അലക്കട്ടെ. സംസാരിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ മഴ വരും. ഓക്കെ, അപ്പോൾ ഞാനിനി അലക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. തുടക്കൽ കഴിഞ്ഞു. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിനു. ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇവിടെയൊക്കെ തുണികളായിട്ടോ, ഒക്കെ തോരട്ടിക്കാണ് അടുക്കളയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിട്ടോ. വൃത്തിയാക്കണേ. ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാണ്ട് എൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ. ഒന്ന് മടക്കി വെക്കാണ്ട്. ഈ മോളത് അവിടെ കളിച്ചു തട്ടോട്ട് കണ്ട് പാത്തുമ്മാൻ്റെ പോലെ. ഓക്കെ, തുടച്ച് വൃത്തിയാക്കി. ഇനി കുളിക്കണം. വാഷ് ബേസൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ. അടുക്കളൊക്കെ ഫുള്ള് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയിരുന്നു കേട്ടോ. ഇവിടെ തുടച്ച് വൃത്തിയാക്കി. മണികളെ ഇവിടെ പൈനാപ്പിൾ ഇന്നലെ കൊണ്ടുവന്ന കേട്ടോ. നല്ലോണം പോത്തിട്ടില്ല. അത് പൈനാപ്പിൾ വെച്ചിട്ട് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇൻഷാല്ലാ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കുന്ന സമയത്ത് ഒക്കെ അച്ചാർ പൊടി കൊണ്ടുവന്നിട്ടുണ്ട്. പൈനാപ്പിൾ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അച്ചാർ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചാർ ഇടണമെങ്കിൽ പൊട്ടുന്ന കുപ്പി വേണം. പക്ഷെ എനിക്ക് പൊട്ടുന്ന കുപ്പിയില്ല, അതാണ് പ്രശ്നം. പൊട്ടുന്ന കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആക്കി വെക്കാം. പ്ലാസ്റ്റിക്കിൻ്റെതാവുമ്പോൾ പെട്ടെന്ന് കേട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ പൈനാപ്പിളിൻ്റെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എന്തായാലും എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിനി വേഗം പോയി കുളിക്കട്ടെ. അപ്പോൾ മുത്തുമണികളെ, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. നല്ല തണുപ്പ്. ഞാൻ കുളിക്കുന്ന സമയത്ത് നല്ല മഴയാണ് കേട്ടോ പുറത്ത്. നല്ല മഴയാണ് പുറത്ത്, നല്ല അടാറ് മഴ. അപ്പോൾ നല്ല തണുപ്പുണ്ട്. എന്താ പറയുക, ഇനിയിപ്പോൾ മുടി ഉണങ്ങാനൊക്കെ ഭയങ്കര പണിയൊക്കെ. കുറച്ച് മുടിയുള്ളവർക്കാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. എനിക്ക് കുറച്ച് അത്യാവശ്യം മുടിയുണ്ട്. അപ്പോൾ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പണിയാണ്. നല്ലോണം തോർത്തിയിട്ട് ഫാനിൻ്റെ ചോട്ട് വെക്കേണ്ടി വരും. മറ്റേ ഞാനൊരു റീൽസ് ചെയ്തിട്ടുണ്ട്, അത് പറഞ്ഞ പോലെ കാര്യം. അയ്യോ, അപ്പോൾ ഇനി ഞാനിനി ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിച്ചിട്ട് അങ്ങനെ ചോർന്നിട്ട് കിടന്നുറങ്ങും. ഓക്കെ, ഇവിടെ നല്ല അടിപൊളി മഴയാണ് ഗൈസ്. ഇടവിട്ട് നല്ല ശക്തിയിൽ മഴ പെയ്യാണ്. നല്ല മഴ. ഞാൻ ആദ്യം പേടിച്ചുപോയി. കാരണം നമ്മൾ ഈ ഹാളിൻ്റെ നേരെ അപ്പുറത്താണ് ബാത്റൂമിൻ്റെ ചെറിയ ജനലുണ്ടല്ലോ പുറത്തോട്ടുള്ള, അവിടുന്ന് ഭയങ്കര സൗണ്ട്, മഴ പെയ്യുന്ന സൗണ്ട്. അപ്പം ഞാൻ പേടിച്ചുപോയി. എന്തോ വന്ന് വീണ പോലത്തെ സൗണ്ട്. അപ്പോൾ മഴൻ്റെ സൗണ്ടാണ്. അപ്പോൾ അത്രയും നല്ല ശക്തിയിൽ മഴ പെയ്ത്. ഏതായാലും നല്ല തണുപ്പ് ഗൈസ്.
ഈ മഴക്കാലത്ത് കുളിക്കാൻ മടിയന്മാരാരൊക്കെയെന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് മടിയൊന്നുമില്ല, പക്ഷേ തണുപ്പോണ്ട് ചെറിയൊരു എന്താ തണുപ്പാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം മുടി ഉണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് മടിയൊന്നുമില്ല, ഡെയിലി കുളിക്കണതാണ്. ആരെങ്കിലും തണുപ്പ് സമയത്ത് കുളിക്കാതെ മടി പിടിച്ച് നിൽക്കണ മടിയന്മാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇനി ഫുഡ് കഴിക്കണ സമയത്ത് കാണാം കേട്ടോ. നേരം ലൈവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ വന്ന് സപ്പോർട്ട് ചെയ്തു, താങ്ക് യു. അപ്പോൾ ഞാനിനി നിസ്കരിക്കാൻ പോവാണ്. നിസ്കരിച്ചിട്ട് ചോറ് കഴിക്കുക. എനിക്കെന്തോ തല ഇറങ്ങണ പോലെ ഉണ്ട് ഗൈസ്, എന്താ അറിയില്ല. അപ്പോൾ പെട്ടെന്ന് സ്റ്റൂളുമെന്ന് എണീറ്റപ്പോൾ എനിക്കെന്തോ പോലെ. അപ്പോൾ ഇനി നിസ്കരിക്കാൻ പോട്ടെ, നിസ്കരിച്ചിട്ട് ഫുഡ് കഴിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങും കേട്ടോ. ഫുഡ് കഴിക്കുമ്പോൾ കാണിക്കാം. ഓക്കെ മുത്തുമണികളെ, ഞാനും ഉയ്യമോളും ഇതാ ചോറ് തിന്നാൻ പോവാണ്. ഓക്കെ, ഇന്നലത്തെ കറി കേട്ടോ, മുരിങ്ങാക്കോലും ഉണക്കച്ചെമ്മീനും തേങ്ങ അരച്ച് കറി വെച്ചു, വെണ്ടക്ക മെഴുക്ക് പുരട്ടി, ചോറ് കേട്ടോ. കഴിക്കട്ടെ. അപ്പം ഞങ്ങൾ ചോറ് കഴിക്കാം കേട്ടോ. നല്ല രസം കേട്ടോ. എന്നാലും ഉണ്ടാക്കി കറിയാണ്, അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കറി. ഇക്കാക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉണക്കച്ചെമ്മീനെ കണ്ടോ, നല്ല രസമുണ്ട്. ഇന്നൊക്കെ നല്ല അതിലേറെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ പുളിയും മാങ്ങ തന്നിട്ടില്ല കേട്ടോ, മാങ്ങ കിട്ടിയില്ല. അപ്പോൾ ഇയമ്മോള് അവിടെ തിന്നുന്നുണ്ട്, ഞാൻ നിന്ന് വെണ്ടക്ക കൂട്ടാനും ചോറും. ഓക്കെ, അപ്പോൾ ഫുഡ് വെച്ചിട്ടുണ്ട് വേണം. ചോറുന്ന് തിന്ന് അന്ന് കൂട്ടി കഴിച്ചെന്ന് കൂട്ടാൻ ബെസ്റ്റ് റെസിപ്പി. ഇഷ്ടപ്പെട്ടോ? കറി ടേസ്റ്റ്, കറി എങ്ങനെ ഉണ്ട് പറയട്ടോ. രസമുണ്ടോ? വലിയ എരിവില്ലല്ലോ. ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചു, വാതിൽ കുറ്റിട്ട് ഇനി ഞാനും ഇയമ്മോളും കിടന്നിറങ്ങാൻ പോവാട്ടോ. ഓക്കെ, ഇവിടെ ഈ ഫാന് ഞാൻ ഓഫ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം തുണാളൊന്നും ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനും ഇയമ്മോളും കിടന്നുറങ്ങട്ടെ ഗൈസ്. ഇവിടെ ഫാൻ ഇടുന്നില്ല കേട്ടോ, നല്ല തണുപ്പാണ്. വേണ്ട. ഓക്കെ, അപ്പം ഞാൻ ഈ ജനൽ ഭയങ്കര വെളിച്ചാണ്. ഇപ്പോൾ ഒന്ന് ചെറിയൊരു വെയിൽ പോലെ ഉണ്ട് കേട്ടോ. അതാ കേട്ടോ, വെയിൽ പോലെ ഉണ്ട്. അപ്പം ഞാൻ ജനലടക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അപ്പുറത്തുനിന്ന് ആളുകളൊക്കെ ഇതിൽ കൂടെ പോവുക. അപ്പോൾ നമ്മൾ കിടക്കുന്നത് ഇവിടെ നിന്ന് കാണും. അപ്പം അതിന് ജനലടക്കുക. ഈ ഒരു നല്ല വെളിച്ചമുണ്ട്, അപ്പോൾ തുണി ഇട്ടിടാം. മാറൊക്കെ ചെയ്യാം മോളെ, മാറിക്ക് പറഞ്ഞ കേക്ക്. അപ്പോൾ ഇതാ തുണി വിരിച്ചിരുന്നു. അപ്പം ഞാനും ഈ മോളിനി കിടന്നുറങ്ങാൻ പോവാണ് ഗൈസ്. ഇനി കിടന്നുറങ്ങിയതിന് ശേഷം കാണാം കേട്ടോ. അങ്ങനെ എന്താ പറയുക, ചിലപ്പോൾ ഒരു മോന് വന്നാൽ എണീക്കും കേട്ടോ. മോന് ചിലപ്പോൾ ഒരു 2-2:30 ആകുമ്പോൾ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ മോന് വരികയാണെങ്കിൽ എണീക്കും, പിന്നെ ഉറങ്ങൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇനി ഉറങ്ങി എണീക്കട്ടെ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ബൈ, ഉറങ്ങി എണീറ്റിട്ട് വരാം. നിങ്ങളെ നല്ലോണം അങ്ങോട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് റയ്യാനൊക്കെ വന്നു കേട്ടോ. റയ്യാനും റിജിത അവിടെ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ച് ഞാനും ഇയമ്മോളും ഓനും ചായ കുടിക്കാം കേട്ടോ. ഓനക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമൊന്നുമില്ല, ഓനെ ഇനി ഉൾപ്പെടുത്തണമില്ല. നിലത്ത് വീണത് പെറുക്ക്. അപ്പോൾ പാൽച്ചായയും കേക്ക് കേട്ടോ കഴിക്കണത്. പിന്നെ ഇനി പ്രത്യേകിച്ച് പണി എന്താ വെച്ചാൽ ചിക്കൻ കറി വെക്കാണ്ട് വൈകുന്നേരം, അത് വെക്കണം. പിന്നെ ചോറ് കുറച്ചുണ്ട്. പിന്നെ രാവിലത്തെ പുട്ടിൻ്റെ മാവ് ഞാൻ കുറച്ച് കുഴച്ചത് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് പുട്ടുണ്ടാക്കും, ഇവർക്കൊക്കെ ചോറ്, അങ്ങനെ. അപ്പോൾ നീ ചായ എടുക്കട്ടെ, നല്ല പാൽച്ചായയും കേക്കും അടിപൊളി. അപ്പോൾ ചായ എടുക്കട്ടെ കേട്ടോ.
നിങ്ങളെ സമയം 6:15 കേട്ടോ. ഇവിടെ പുറത്ത് നല്ല മഴയാണ്. ഇതുണ്ടോ, നല്ല മഴയാണ്, അടിപൊളി മഴയാണ്. കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, ക്ലിയർ ആയിട്ട് കാണില്ല. ഇപ്പോൾ ബാങ്ക് ഏകദേശം ഒരു 6:38 ആകുമ്പത്തിന് ബാങ്ക് കൊടുക്കും. ഞാനിനി ചിക്കൻ കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. പുറത്ത് നല്ല മഴ ഗൈസ്. അപ്പോൾ ഞാനിനി ചിക്കൻ കറി ഉണ്ടാക്കട്ടെ. ഉള്ളിയും പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഫുള്ള് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഫോൺ ഇവിടെ ഒന്ന് വെക്കട്ടെ. കാണുന്നുണ്ടല്ലേ അപ്പോൾ ഇനി ചായ അടിച്ച ഗ്ലാസ്സൊന്നും കഴുകിയിട്ടില്ല, അതൊക്കെ അത് കഴുകണം. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം വേസ്റ്റ് ഇല്ല കേട്ടോ, വേസ്റ്റ് ഒന്നുമില്ല. ഇത് പച്ചവെള്ളമാണ് കേട്ടോ, ചായ പച്ചവെള്ളമാണ്. വേസ്റ്റ് പറയാനൊന്നുമില്ല, വേസ്റ്റൊക്കെ രാവിലെ കൊണ്ടുപോയിട്ടതാണ്. ഇനിയിപ്പോൾ ഉള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും തൊലി മാത്രമേ ഉണ്ടാവും, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഉള്ളി എടുക്കട്ടെ. 2 ഉള്ളി എടുക്കുന്നുണ്ട്, പിന്നെ വെളുത്തുള്ളി കേട്ടോ, പിന്നെ ഇഞ്ചി. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ മുത്തുമണികളെ, ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ടുണ്ട്, ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിലിട്ട് ഞാൻ കറി വെക്കണേ. കറി വെക്കണം ഇതിൽ കാണിക്കണില്ല, ഞാൻ കുറേ വട്ടം ചിക്കൻ കറി വെക്കണ കാണിച്ചിട്ടുണ്ട്. ബാങ്ക് ഏകദേശം മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഉള്ളി ഇതാ അരിഞ്ഞ് വെച്ചാണ് കേട്ടോ, ബാങ്ക് കൊടുക്കും. ആയിട്ട് എടുത്തിട്ടുണ്ട്, ഞാൻ വൈകുന്നേരം വരെയുള്ള എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറി കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് വിസിൽ വരാൻ വേണ്ടി വെറ്റിയാൽ 2-3 വിസിൽ. ഓക്കെ, അപ്പോൾ നമ്മളവിടെ നിസ്കരിക്കാം കേട്ടോ, കാണിച്ചു തരാം. നിസ്കരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ലൈവ് നിർത്താം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നല്ല നല്ല കമൻറ്റ്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.